തിരികെ സ്വാഗതം പ്രിയ പ്രേക്ഷകരെ. പാർട്ടി വിട്ട വി കുഞ്ഞികൃഷ്ണനെയും ടി കെ ഗോവിന്ദനെയും കടന്നാക്രമിച്ചാണ് പയ്യന്നൂരിലും തളിപ്പറമ്പിലും മുഖ്യമന്ത്രി ഇന്ന് പ്രചാരണ പരിപാടികൾക്ക് നേതൃത്വം നൽകിയത്. ടി കെ ഗോവിന്ദൻ സ്ഥാനമോഹിയും അവസരവാദിയുമാണ്. വിശ്വാസവഞ്ചനയ്ക്കും അപ്പുറമുള്ള പ്രവൃത്തിയാണ് ഗോവിന്ദന്റേത് എന്നും പിണറായി വിജയൻ വിമർശിച്ചു. പ്രഖ്യാപനം നടത്തുന്നതിന് മുൻപ് വരെ LDF-നോടൊപ്പം നിൽക്കുക, LDF-ന്റെ കൂടെ സഞ്ചരിക്കുക, അതേസമയം മറ്റുള്ളവരുമായി കൂടാതെ നടത്തുക, മറ്റുള്ളവരുമായി ചേർന്നുകൊണ്ട് എങ്ങനെ LDF-നെ തകർക്കാൻ പറ്റുക. വിശ്വാസവഞ്ചന എന്ന് പറയുന്നതിലൊക്കെ എത്രയോ അപ്പുറത്തുള്ള കാര്യങ്ങളല്ലേ അത്. വിശ്വാസവഞ്ചനയുടെ പാരമ്യതയല്ലേ കാണിച്ചത്. തെളിമയാർന്ന ജീവിതമാവണ്ടേ നമ്മളത്, നിലപാടുകൾ തെളിമയാർന്നതാവണ്ടേ. LDF-ന്റെ നയങ്ങളിൽ വ്യത്യസ്ത ഉണ്ടെങ്കിൽ ദീർഘകാലമായിട്ട് വേണ്ടേ. അപ്പോ തനിക്ക് സീറ്റ് കിട്ടിയില്ല എന്നതിന്റെ മേലെ ഉണ്ടാകുന്ന ആ സീറ്റിന്റെ മോഹത്തിന്റെ മേലെ ഉണ്ടാകുന്ന അവസരവാദ നിലപാട്, അതാണ് ഇവിടെ UDF ഏറ്റെടുത്തിട്ടുള്ളത്. പയ്യന്നൂരിൽ ആര് വന്നാലും ഒരു ചുക്കും സംഭവിക്കില്ലെന്നും മുഖ്യമന്ത്രി. എല്ലാവർക്കും പയ്യന്നൂരിനെ അറിയാം. രക്തസാക്ഷികളുടെ മണ്ണാണത്. ഒരു പ്രതിസന്ധിയിലും ഉലഞ്ഞിട്ടില്ല എന്നും പിണറായി വിജയൻ പറഞ്ഞു. നമുക്കെല്ലാവർക്കും പയ്യന്നൂരിനെ അറിയാം. ഇത് നമ്മുടെ ധീരരായ രക്തസാക്ഷികളുടെ നാടാണ്. ആ മണ്ണാണിത്. ഈ മണ്ണ് വെറുതെയല്ല കേരളത്തിലെ ഏറ്റവും കരുത്തുറ്റ ഇടതുപക്ഷ കോട്ടയായി മാറിയത്. ആ മണ്ണിൽ ആരെതിരായിട്ട് വന്നാലും ഒരു ചുക്കും സംഭവിക്കില്ല എന്നുള്ളത് തന്നെയാണ് കാണേണ്ടത്. ഇവിടെ നല്ല തിളക്കമാർന്ന വിജയം LDF നേടുക തന്നെ ചെയ്യും. ഒരു സംശയവും ആ കാര്യത്തിലില്ല. ഇത് പവിത്രമായ മണ്ണാണ്, ചരിത്രമുറങ്ങുന്ന മണ്ണാണ്. ഈ മണ്ണിൻ്റെ പവിത്രതയെ കളങ്കപ്പെടുത്താൻ ആര് ശ്രമിച്ചാലും അത് നടക്കുന്ന കാര്യമല്ല. ആ പവിത്രത എപ്പോഴും ഉയർന്നു നിൽക്കും. അർജുൻ കല്യാടുണ്ട് വിവരങ്ങളുമായി നമ്മളോടൊപ്പം. അർജുൻ, പാർട്ടിയിൽ നിന്ന് പോരാളികൾ പുറത്തിറങ്ങി വെല്ലുവിളിച്ച മണ്ഡലങ്ങളിലാണ് മുഖ്യമന്ത്രി കേന്ദ്രീകരിക്കുന്നത്. അമ്പലപ്പുഴയിൽ കഴിഞ്ഞ ദിവസം കണ്ടു. അവിടെ പുന്നപ്രയിൽ ഒന്നും സംഭവിക്കില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നത് കേട്ടു. ഇതാ ഇപ്പോൾ തളിപ്പറമ്പിലും പയ്യന്നൂരിലുമെല്ലാം പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ ആളുകൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി ആ പ്രചാരണം ഏറ്റെടുക്കുകയാണ്. മധു, തീർച്ചയായിട്ടും മുഖ്യമന്ത്രി 14 ജില്ലകളിലും പര്യടനം നടത്തുന്നതിനിടയിൽ കണ്ണൂരിലേക്ക് എത്തുമ്പോൾ ഏറ്റവും പ്രധാനമായി പയ്യന്നൂരിലും തളിപ്പറമ്പിലുമൊക്കെ എന്താണ് മുഖ്യമന്ത്രി പ്രസംഗിക്കുക എന്നുള്ളതായിരുന്നു പ്രധാനമായും ഉറ്റുനോക്കിയിരുന്നത്. CPM വിട്ട് പിന്നീട് UDF-ന്റെ പിന്തുണയോടുകൂടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന 2 പേർ, ആ 2 പേർ മത്സരിക്കുന്ന തളിപ്പറമ്പിലും പയ്യന്നൂരിലുമൊക്കെ മുഖ്യമന്ത്രി എത്തുമ്പോൾ അതിനുള്ള മറുപടി മുഖ്യമന്ത്രി ഏത് തരത്തിലായിരിക്കും നൽകുക എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ഒരു ആകാംക്ഷ. എന്തായാലും ഈ 2 നേതാക്കൾക്കും മുഖ്യമന്ത്രി അതിരൂക്ഷമായിട്ടുള്ള വിമർശനമാണ് നടത്തിയിട്ടുള്ളത്. തളിപ്പറമ്പിൽ മുഖ്യമന്ത്രി സംസാരിച്ചത് കോൺഗ്രസ് എത്തിച്ചേർന്നത് ഒരു വലിയ ഗതികേടിലാണ്. CPIM വിട്ട് ഒരു അധികാരമോഹി, സ്ഥാനമോഹി പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ അവരെ പിന്താങ്ങുന്ന അവസ്ഥയിലേക്ക് തളിപ്പറമ്പിലെ കോൺഗ്രസ് എത്തിച്ചേർന്നിരിക്കുന്നുവെന്ന് കോൺഗ്രസിനെ പരിഹസിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി മറുപടി നൽകിയത്. പയ്യന്നൂരിൽ രക്തസാക്ഷി ഫണ്ട് വിവാദം ഉയർത്തി പാർട്ടിക്ക് പുറത്തേക്ക് പോയിട്ടുള്ള വി കുഞ്ഞികൃഷ്ണന് രക്തസാക്ഷികളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി മറുപടി നൽകിയത്. രക്തസാക്ഷികളുടെ നാടാണ് പയ്യന്നൂർ. വലിയ ത്യാഗവും വലിയ പോരാട്ടവും ഒക്കെ അതിജീവിച്ച് വന്നവരാണ് പയ്യന്നൂരിലെ പാർട്ടി. അതുകൊണ്ട് തന്നെ പാർട്ടിക്കെതിരെ ഏത് വലിയ ആളുകൾ മത്സരിച്ചാലും പാർട്ടിക്ക് ഒരു ചുക്കും സംഭവിക്കില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രി മറുപടി നൽകിയത്. മുഖ്യമന്ത്രി ഇന്ന് കണ്ണൂരിൽ 5 തെരഞ്ഞെടുപ്പ് റാലികളിലാണ് സംസാരിച്ചത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള 2 ഇടങ്ങളിലെ പരിപാടികളിൽ മുഖ്യമന്ത്രി പാർട്ടി വിട്ട് പുറത്തേക്ക് പോയിട്ടുള്ള 2 പേർക്കും ഒരു മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട്. ശരി, ശക്തമായ മുന്നറിയിപ്പുമായിട്ടാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് മുഖ്യമന്ത്രി കളം നിറഞ്ഞത്. അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്.